ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഒരുപാട് കൊണ്ടുവരുന്നുണ്ട്. അതില് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഷോർട്സ് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഷോർട്സിന് അകത്ത് തന്നെയുള്ള എന്താ പറയാ ഏതെങ്കിലും ഒരു കട്ട് മാത്രമേ നമുക്ക് എടുത്ത് കമ്പനിയിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള ഏത് കമ്പനിയിൽ വേണമെങ്കിലും വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫേസ്ബുക്കിലൊക്കെ അതുപോലെ ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഒരിക്കൽ നമ്മൾ റീൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കമ്പനിയിൽ എടുക്കാതെ നമുക്ക് ഗാലറിയിൽ വന്നിട്ട് കമ്പനിയിൽ ചൂസ് ചെയ്ത് കൊടുക്കാം എപ്പോ വേണമെങ്കിലും. അതുപോലെയുള്ള ഒരു നല്ലൊരു കാര്യമാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴേ കമ്പനിയിൽ നോക്കിയിട്ടാണല്ലോ എല്ലാവരും നമ്മുടെ ഷോർട്സിലേക്ക് കയറുന്നത്. കമ്പനിയിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്സ് സ്റ്റക്കായി നിൽക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇനി മുതൽ ആ പേടി വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ എപ്പോ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു കാര്യമാണ് നമുക്ക് യൂട്യൂബ് തന്നിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ക്രോമിലൂടെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിൽ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ യൂട്യൂബിലൂടെ ആണെങ്കിലും വൈറ്റി സ്റ്റുഡിയോയിലൂടെ ആണെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ക്രോമിലൂടെ മാത്രമേ പോയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ക്രോമിലൂടെ പോയിട്ട് നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ കുറേയേറെ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ അപ്ഡേറ്റും കാര്യങ്ങളും യൂട്യൂബ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും യൂട്യൂബ് ചാനലിൽ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ആരും യൂട്യൂബില് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി പോകാതിരിക്കുക. പുതിയ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ യൂട്യൂബ് വരുന്ന വഴിക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ വർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് എങ്ങനെയാണ് കമ്പനിയിൽ സെറ്റ് ചെയ്യുക എന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ നമ്മൾ സാധാരണ ഷോർട്സിൽ എങ്ങനെയാണ് കമ്പനിയിൽ കൊടുക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഷോർട്സിനകത്ത് തന്നെ ഉള്ള ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് 3 ഡോട്ട് കാണും. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് കാണും. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പെൻസിൽ ചിഹ്നം കാണുന്നുണ്ടല്ലോ, അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇഷ്ടമുള്ള ഒരു ഭാഗം നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തമ്പനെയിലായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കേട്ടോ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. അങ്ങനെയായിരുന്നു മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വന്ന മാറ്റമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ. ഇത് ഞാൻ അറിയാൻ വേണ്ടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, അറിയാത്തവർക്ക്. എന്നിട്ട് നമ്മൾ ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിലെ കമ്പനിയിൽ സെറ്റായി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇനി മുതൽ നമുക്ക് അതിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള കമ്പനിയിൽ നമ്മുടെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട്. ക്രോമിലൂടെ പോയിട്ട് വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. നമുക്ക് ഇത് മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഡെസ്ക്ടോപ്പ് മോഡിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്നൊക്കെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പഴയതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. studio.youtube.com എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും കേട്ടോ, സാധാരണ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഞാൻ സാധാരണ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലോഗിൻ എന്ന് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും കേട്ടോ, പഴയതുപോലെ തന്നെ. അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സാധാരണ രീതിയിൽ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡാഷ്ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് ഷോർട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചാനൽ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷോർട്സിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഷോർട്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിലെ കമ്പനിയിൽ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോർട്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക്
ആ തമ്പനയിലിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ചിത്രം, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡായിട്ട് ചേഞ്ച് എന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗാലറിയിലോട്ട് പോകാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ ഏതെങ്കിലും തമ്പനയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ വന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ തമ്പനയിൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തമ്പനയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സേവ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവരും ഈ അപ്ഡേറ്റ് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മുമ്പത്തെ ഏതെങ്കിലുമൊക്കെ തമ്പനയിൽ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേഞ്ച് ഒന്നും കൊടുക്കുന്നില്ല, എൻ്റെ തമ്പനയിൽ ഗ്രീൻ കളറിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോമിലൂടെ വന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുവരെ ആയിട്ടും തമ്പനയിലൊന്നും സെറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ നോക്കിയിട്ട് തമ്പനയിലൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും, അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.